ആഘോഷങ്ങൾക്കും ആരവങ്ങൾക്കും വൻ ഹൈപ്പിനും ഒടുവിൽ നവംബർ 14-നാണ് കങ്കുവ തിയേറ്ററിൽ എത്തിയത്. 350 കോടി മുതൽ മുടക്കിലെത്തിയ ചിത്രം 1000 കോടി നേടുമെന്നായിരുന്നു സംവിധായകൻ ചിരുത്തെ ശിവയുടെ തള്ള്. ചിത്രത്തിന്റെ ഫസ്റ്റ് ലുക്ക് മുതൽ ഇതേ ഹൈപ്പായിരുന്നു കങ്കുവ നിലനിർത്തിയത്. എന്നാൽ ചിത്രം ഇറങ്ങിയപ്പോൾ വൻ പരാജയമായി എന്ന് മാത്രമല്ല, കടുത്ത മാനസിക ബുദ്ധിമുട്ടുകളാണ് ചിത്രം പ്രേക്ഷകരിൽ ഉണ്ടാക്കിയത്. അമിതമായ ശബ്ദവും ശിവയുടെ സ്ഥിരം പാസവും കുത്തിക്കേറ്റിയ ചിത്രം വലിച്ചിഴച്ചു എന്ന് തന്നെ പറയാം. 2 വർഷം നീണ്ടുനിന്ന ചിത്രീകരണത്തിനിടയിൽ ഒരിക്കൽ പോലും ചിത്രത്തിന്റെ തിരക്കഥ വായിച്ചു നോക്കാൻ സൂര്യക്ക് സാധിച്ചില്ലായിരിക്കും. അല്ലെങ്കിൽ ചിത്രത്തിനു വേണ്ടി എടുത്ത ഹാർഡ് വർക്കിനിടയിൽ തിരക്കഥയ്ക്ക് എന്ത് സ്കോപ്പ്? ചിത്രത്തെ പറ്റി അതിഭീകര അഭിപ്രായമാണ് പ്രേക്ഷകരിൽ നിന്ന് ലഭിച്ചത്. അമിതമായ ശബ്ദം മൂലം തിയേറ്ററിൽ നിന്ന് ഭേദമായ മൈഗ്രെയിൻ വീണ്ടും ഉണ്ടായെന്നാണ് ഒരു ആരാധകൻ കങ്കുവ കണ്ടിറങ്ങിയപ്പോൾ പറഞ്ഞത്. ആദ്യത്തെ 20 മിനിറ്റിൽ തന്നെ ഇറങ്ങിപ്പോയാലോ എന്ന് ആലോചിച്ചെന്നായിരുന്നു മറ്റൊരു ആരാധകന്റെ മറുപടി. കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി തിയേറ്റർ ഹിറ്റുകൾ ഇല്ലാത്ത നടിപ്പിൻ നായകന്റെ തിരിച്ചുവരവ് പ്രതീക്ഷ ആരാധകർക്ക് അങ്ങനെ തന്നെ വേണം. ഓടി നടന്ന് പ്രമോഷൻ നൽകുന്നതിനിടയിൽ കങ്കുവയുടെ പ്രിവ്യൂ കാണാൻ അണിയറ പ്രവർത്തകർക്ക് കഴിയാത്തത് സ്വാഭാവികം. അതുകൊണ്ടാണ് ചിത്രത്തിന് വിമർശനങ്ങൾ നേരിട്ടപ്പോൾ ശബ്ദം കുറയ്ക്കണമെന്ന് തിയേറ്ററുകളോട് പറയുകയും 12 മിനിറ്റോളമുള്ള സീനുകൾ ചിത്രത്തിൽ നിന്ന് ഒഴിവാക്കുകയും ചെയ്തത്. ചിത്രം ഇറങ്ങി 8-ാമത്തെ ദിവസമായിട്ടും 2 കോടിയാണ് നേടിയിരിക്കുന്നത്. ബോക്സ് ഓഫീസിൽ റെക്കോർഡുകളൊന്നും നേടാൻ ചിത്രത്തിന് കഴിഞ്ഞില്ലെങ്കിലും ഇപ്പോൾ വ്യത്യസ്തമായ ഒരു റെക്കോർഡ് ചിത്രത്തിനെ തേടി എത്തിയിരിക്കുകയാണ്. ഏറ്റവും കൂടുതൽ നഷ്ടമുണ്ടാക്കിയ ചിത്രം എന്ന റെക്കോർഡാണ് കങ്കുവയ്ക്ക് ലഭിച്ചിരിക്കുന്നത്. 2022-ൽ പുറത്തിറങ്ങിയ പ്രഭാസ് നായകനായ തെലുങ്കു ചിത്രം രാധേശ്യാമിനെ മറികടന്നാണ് കങ്കുവ ഈ നേട്ടം കൈവരിച്ചിരിക്കുന്നത്. 350 കോടിയിൽ നിർമ്മിച്ച രാധേശ്യാമിന് ബോക്സ് ഓഫീസിൽ 214 കോടിയാണ് ആകെ നേടാനായത്. നിർമ്മാതാവിന് നഷ്ടം സംഭവിച്ചതിനാൽ തന്റെ പ്രതിഫലം പ്രഭാസ് തിരികെ നൽകിയതും വാർത്തയായിരുന്നു. എന്നാൽ പ്രഭാസ് ചിത്രത്തിനെ കടത്തിവെട്ടുന്ന പ്രകടനമാണ് ഇപ്പോൾ സൂര്യയുടെ കങ്കുവ കാഴ്ചവെച്ചിരിക്കുന്നത്. സ്റ്റുഡിയോ ഗ്രീൻ പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ KE ജ്ഞാനവേലാണ് കങ്കുവ നിർമ്മിച്ചത്. പാൻ ഇന്ത്യൻ തലത്തിലെത്തിയ ചിത്രം കേരളം, ആന്ധ്ര, തെലങ്കാന, കർണാടക, തമിഴ്നാട് തുടങ്ങിയ എല്ലായിടത്തും പരാജയമാണ് നേരിട്ടത്. ഇതോടുകൂടി സൂര്യയെ നായകനാക്കി രാകേഷ് ഓംപ്രകാശ് മെഹ്റ സംവിധാനം ചെയ്യാൻ പദ്ധതിയിട്ട കർണ എന്ന ചിത്രം വൻ പ്രതിസന്ധിയാണ് നേരിടുന്നത്. 600 കോടിയാണ് ചിത്രത്തിന് സംവിധായകൻ പറഞ്ഞ ബഡ്ജറ്റ്. കങ്കുവ നേരിട്ട പരാജയം മുന്നിൽ കണ്ട നിർമ്മാതാക്കളായ എക്സൽ പ്രൊഡക്ഷൻസ് ഇപ്പോൾ ചിത്രത്തിന്റെ ബഡ്ജറ്റ് കുറയ്ക്കാൻ സംവിധായകനോട് ആവശ്യപ്പെട്ടിരിക്കുകയാണ്. അതിനു സാധിച്ചില്ലെങ്കിൽ ചിത്രം ഉപേക്ഷിക്കാനാണ് നിർമ്മാതാക്കളുടെ തീരുമാനം. സമീപകാലങ്ങളിൽ കോളിവുഡ് വലിയ പ്രതിസന്ധിയാണ് നേരിടുന്നത്. മുൻനിര താരങ്ങളുടെ എല്ലാ ചിത്രങ്ങളും ബോക്സ് ഓഫീസിൽ നനഞ്ഞ പടക്കങ്ങളായിരുന്നു. കമൽഹാസൻ നായകനായ ഇന്ത്യൻ 2, വിജയുടെ ദി ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം, രജനീകാന്തിന്റെ വേട്ടയാൻ, ആ നിരയിലേക്ക് വന്ന കങ്കുവയും ഈ വർഷം വമ്പൻ പ്രതീക്ഷയിൽ വന്ന് പോയ ചിത്രങ്ങളായിരുന്നു. എന്നാൽ വിജയ് നായകനായ ചിത്രം ബോക്സ് ഓഫീസിൽ കളക്ഷൻ നേടിയെങ്കിലും നിരൂപക പ്രശംസ നേടിയില്ല. ചിത്രം കേരളത്തിലും പരാജയപ്പെട്ടിരുന്നു. വേട്ടയാൻ നേരിട്ട പരാജയത്തിൽ നഷ്ടം പരിഹരിക്കാൻ തങ്ങളുടെ മറ്റൊരു ചിത്രത്തിൽ രജനീകാന്ത് നായകനാകണമെന്ന ആവശ്യമാണ് ലൈക്ക പ്രൊഡക്ഷൻസ് ഉന്നയിച്ചിരിക്കുന്നത്. എന്നാൽ ആദ്യ ദിനത്തിൽ തിയേറ്റർ പരിസരത്ത് വരുന്ന യൂട്യൂബേഴ്സും റിവ്യൂകളുമാണ് ചിത്രങ്ങൾ പരാജയപ്പെടാൻ കാരണമെന്ന് കാട്ടി പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ തിയേറ്ററുകൾക്ക് ഇവരെ ബാൻ ചെയ്യണമെന്ന ആവശ്യം തമിഴ്നാട്ടിൽ ഉയർത്തിയിരുന്നു. എന്നാൽ ചിത്രങ്ങളുടെ മോശം അവസ്ഥയും ആവർത്തന വിരസതയുമാണ് യഥാർത്ഥത്തിൽ ഇതിന് കാരണമെന്ന വിലയിരുത്തലാണ് തിയേറ്ററുകൾക്ക്.